കടനാട് ഡിവൈഫൈ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പായസ ചലഞ്ചിൽ പങ്കാളിയായതിൽ സന്തോഷമുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും 100% സന്തോഷമല്ലേ ഉള്ളൂ. ഒരു പരിപാടി സംഘടിപ്പിച്ച് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഡിവൈഫൈ പോലുള്ള സംഘടനകൾ കൈത്താങ്ങാകുമ്പോൾ നമ്മുടെ സമൂഹം പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യണ്ടേ? പിന്നെ തീർച്ചയായിട്ടും. അമ്മേ, നമ്മുടെ ഈ ഡിവൈഫൈയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? നല്ല കാര്യം. നിങ്ങളിങ്ങനെ ഓരോരുത്തരും ഓരോ വീട്ടിൽ കൂടെ കയറി ചെന്ന് ഇങ്ങനെ നടന്ന് കൊടുക്കുന്നില്ല. ചാച്ച എന്നാ പറയാനുള്ളേ? എനിക്കും അത് തന്നെയാണ് പറയാനുള്ളൂ. 100% ദുരന്ത മുഖത്ത് നമ്മളുടെ പിന്നെ എംബ്ലമൊക്കെ വെച്ച് കുട്ടിസഹാക്കൾ പ്രവർത്തിക്കുന്നതായിട്ട് വളരെ സന്തോഷം തോന്നി. വെള്ളിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ, കോടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ, നാടിനുയിരായി അറിവ് പകർന്ന് നൽകാനായി. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ, കോടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ, നാടിനുയിരായി അറിവ് പകർന്ന് നൽകാനായി. ഹിമഗിരിമുടികൾ കൊടികളുയർത്തി, കടലുകൾ പടകമുയർത്തി, ഹിമഗിരിമുടികൾ കൊടികളുയർത്തി, കടലുകൾ പടകമുയർത്തി, യുഗങ്ങൾ നീന്തി നടക്കോ ഗംഗൈ വിഴിഞ്ഞു താമരമുകുളങ്ങൾ, യുഗങ്ങൾ നീന്തി നടക്കോ ഗംഗൈ വിരിഞ്ഞു താമരമുകുളങ്ങൾ. സഹായ പ്രവർത്തനങ്ങളെ വക്രീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്. അതിൽ സെലിബ്രിറ്റികളുണ്ട്, സംഘടനകളുണ്ട്, വ്യക്തികളുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രചരണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പിണറായി വിജയന് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയം മുതൽ അദ്ദേഹത്തെ ഒരു പറ്റം മാധ്യമങ്ങൾ നിശ്ചിതമായി വിമർശിക്കുകയും അതുപോലെ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിലൊരു പ്രതിച്ഛായ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി UDF ഏതാണ്ട് 1/4 നൂറ്റാണ്ടിലധികമായി അതിശക്തമായ കടന്നാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീമാൻ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ DYFI ആദ്യമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലക്ഷക്കണക്കിന് വരുന്ന രൂപ സംഭാവന ചെയ്തുകൊണ്ട് ആരംഭിച്ച പ്രവർത്തനം കേരളത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ബഹുജനങ്ങളുടെ നിറഞ്ഞ മനസ്സോടുകൂടി നല്ല പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ യുവജന പ്രസ്ഥാനത്തെയും പുരോഗമന പ്രസ്ഥാനത്തെയും പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമെന്ന് നമുക്ക് കാണാൻ കഴിയും. 1000 ലിറ്റർ പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എത്ര സമയം എടുക്കും? 1000 ലിറ്റർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങ പിഴിഞ്ഞ് ചിരണ്ടി വരുന്ന താമസമുള്ളൂ. നമുക്ക് താമസം വരുന്ന പണി, ബാക്കിയെല്ലാം പെട്ടെന്നാവും. തേങ്ങ ചിരണ്ടാൻ വേണ്ടി പിഴിഞ്ഞ് വരാനേ താമസമുള്ളൂ. അതിന് എത്ര ആളുടെ പണി വേണ്ടി വരും? അതിനിപ്പം ഇവിടെ 3 പേര് ഇരുന്ന് 3 ഗ്രൈൻഡർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു മണിക്കൂറിൽ ഒരു 100-120 തേങ്ങ ചിരണ്ടും. അറിയാവുന്നവരായിരുന്നു, ഒരു വർഷങ്ങളായിട്ട് പണിതുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന് താമസം വരുള്ളൂ. ഇപ്പം വേണ്ട 800-880 തേങ്ങ ആയിട്ടുണ്ട് മൊത്തം എല്ലാം കൂടെ. അനിയുടെ വൈഫാണ് അല്ലേ? അനിയെ പാചകത്തിനൊക്കെ സഹായിക്കാറുണ്ടോ? ഉണ്ട്. ഇപ്പം എന്താ ചെയ്യുന്നത് ഒന്ന് പറയാമോ? തേങ്ങാപ്പാലിൻ്റെ അകത്ത് ചാലിച്ചിട്ട് പായസത്തിനകത്ത് ഇടും അല്ലേ? ഈ ഏലക്കാപ്പൊടി തേങ്ങാപ്പാലിനകത്ത് എന്തിനാ ചാലിക്കുന്നത്? ഈ ഏലക്കാപ്പൊടി ഇടുമ്പോൾ കട്ട പിടിച്ചായിരിക്കാൻ വേണ്ടി പായസത്തിൽ ഒഴിക്കുമ്പോൾ അല്ലേ? എല്ലായിടത്തും ചേരാൻ വേണ്ടി. ഇതെന്താ സാധനം? ജീരകപ്പൊടി. ഇതും തേങ്ങാപ്പാലിൽ ചാലിക്കുമോ? ചാലിക്കും, കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി.
ഇത് പായസത്തിൻ്റെ പണി എന്തോരമായി? പായസത്തിൻ്റെ പണി ഏറെക്കുറെ ഒരു 90% പണി തീർന്നു. ഇനി 1-ാം പാലും കൂടെ ഒഴിച്ച് വാങ്ങിയാൽ മതി. കറക്റ്റ് കുറുക്കമാക്കി എടുത്താൽ മതി. 90% തീർന്നാ. ഇതിപ്പോൾ നമ്മൾ മൂന്നാമത് ഉണ്ടാക്കിയത്, ആദ്യം ഉണ്ടാക്കിയത് തികയാഞ്ഞിട്ട് ഓർഡർ കൂടിയത് കൊണ്ട് മൂന്നാമത് നമ്മൾ വെച്ചതാണ്. 10 കിലോ കൂടെ വെച്ചു. അതായത് ഒരു 110 ലിറ്ററും കൂടെ മൂന്നാമത് ഉണ്ടാക്കിയതാണ്. അതായത് ആദ്യം 1000 പറഞ്ഞത് 120 കിലോയുടെ വെച്ചു. അത് തികയാഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ഒരു ഇതായതുകൊണ്ട്, ഈ ദുരിതാശ്വാസത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കാനായതുകൊണ്ട് എല്ലാവരും നല്ലപോലെ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളും അതിനകത്ത് പാവക്കായി അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല സഹകരിക്കുന്നുണ്ട്, നാട്ടുകാരെല്ലാവരും. അതുകൊണ്ടാണ് ഇത്ര ഓർഡർ വന്നത്. ഇന്നലെ എപ്പം തുടങ്ങിയതാണ് ഇതിൻ്റെ പണികളാണ്? ഇന്നലെ വൈകിട്ട് വലിയ പണിയില്ല. ഇന്ന് വെളുപ്പിനെ 2 മണിക്ക് ഞങ്ങൾ തുടങ്ങി, തേങ്ങ പൊട്ടിച്ചു. അനി എത്ര വർഷമായി ഇങ്ങനെ പാചകം ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പം 26 കൊല്ലം കഴിഞ്ഞു പാചകം ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്തൊക്കെ പാചകങ്ങൾ ചെയ്യുന്നുണ്ട്? എല്ലാ ഐറ്റം ചെയ്യുന്നുണ്ട്. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ എല്ലാ ഐറ്റം ഉണ്ട്. നമ്മൾ 2-3 കാറ്ററിംഗ് ചെയ്യുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും അല്ലേ? നമ്മൾ പണിത് കൊടുക്കുന്നുണ്ട്. 3 നിലവിൽ സ്വാദീസ് എന്ന് പറഞ്ഞൊരു കാറ്ററിംഗ് ഉണ്ട്. വാഴക്കുളത്ത് ജീവ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2-3 ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വീട്ടിൽ ചെറിയ പരിപാടികളൊക്കെ വന്നാൽ ചെയ്യുന്നുണ്ട്. 10-200 ഒക്കെ. അപ്പം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് ചെയ്ത് കൊടുക്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഫോൺ നമ്പർ ഒന്ന് പറയാമോ അനിയുടെ? ഫോൺ നമ്പർ 85 900 92 227. ഇന്ന് നമ്മൾ എത്ര പായസം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്? ഏതാണ്ട് 1200 ലിറ്ററോളം പായസമാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഇത് വിതരണം ചെയ്യുന്നത്? വിതരണം ചെയ്യുന്നത് ഓരോ പ്രദേശങ്ങളിലും വാർഡുകളിലും പ്രവർത്തകർ കയറി ഓർഡർ ശേഖരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ തന്നെ ഈ സാധനം വീടുകളിൽ എത്തിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 500-ലധികം പായസം പോയി കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി ഇപ്പം നിർമ്മാണത്തിലാണ്, പാചകപ്പുരയിലാണ്. നമ്മൾ ഈ 1200 പാക്കറ്റ് പായസം കൊടുത്താൽ എത്ര രൂപ നമുക്ക് ലാഭം കിട്ടും? ലാഭം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ശരാശരി കണക്കാക്കിയാൽ ഒരു 60-70 രൂപയുടെ ലാഭം ഒരു ലിറ്റർ പായസത്തിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ തുകയാണ് നമ്മൾ കടനാട് മേഖലാ കമ്മിറ്റി വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി കൊടുക്കുന്നത് അല്ലേ? അത് തന്നെ. ഏകദേശം എത്ര രൂപ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? 60,000 രൂപയാണ് ഞങ്ങൾ കൊടുക്കേണ്ടത്. അതിൽ കൂടുതൽ വന്നാൽ അതനുസരിച്ച് ചെയ്യും. ഇത് തുടർന്ന് വേറെ എന്തെങ്കിലും പരിപാടികൾ നടത്താൻ പ്ലാനുണ്ടോ? ഉണ്ട്. ഇപ്പം ഈ റബ്ബർ തടി മുറിച്ച് ലോഡ് ചെയ്യുന്ന പണി ചെയ്ത് അതിൻ്റെ വരുമാനം ഏകദേശം 25,000 രൂപയോളം വരും. ആ പണം കൂടി ഈ ഫണ്ടിലേക്ക് നൽകാൻ വേണ്ടിയാണ് അവർ നിശ്ചയിച്ചിട്ടുള്ളത്. കൂടാതെ തുടർന്ന് ഇത്തരം ദുരന്തങ്ങൾ അതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ DYFIക്ക് അതിൽ ഇടപെടാനും പ്രവർത്തിക്കാനും കഴിയത്തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ കൂടി ഏർപ്പെടുത്തുന്നതിന് ഈ ഫണ്ട് വിനിയോഗിക്കാനും കൂടി അവർ തീരുമാനിച്ചിട്ടുണ്ട്. DYFI കടനാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പായസ ചലഞ്ച് നടത്തുക. എന്താണ് അതിൻ്റെ ഉദ്ദേശങ്ങളെന്ന് പറയാമോ? കേരളം കണ്ട സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് നമ്മൾ കണ്ടത്. ജീവനോപാധികളും നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ DYFIയും സമാനമായി ചിന്തിക്കുന്ന ഒട്ടനവധി സംഘടനകളും ചേർന്നുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും സഹായ നടപടികളും നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായി DYFIയുടെ സംസ്ഥാന കമ്മിറ്റി വീട് നഷ്ടപ്പെട്ട 25 ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ തലങ്ങളിലുള്ള പണസമാഹരണം നടന്നു വരികയാണ്. ഈ 25 വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നത് ആക്രി പെറുക്കിയും പായസ ചലഞ്ച് നടത്തിയും ബിരിയാണി ഫെസ്റ്റ് നടത്തിയും മീൻ കച്ചവടം നടത്തിയും കൂലിപ്പണി ചെയ്ത് അതിൻ്റെ വരുമാനം ഒക്കെ നീക്കിവെച്ചാണ് ഈ ഫണ്ട് കണ്ടെത്തുന്നത്. കടനാട് മേഖലാ കമ്മിറ്റി ഏതാണ്ട് 60,000 രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വരൂപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവർ ആദ്യ ഘട്ടമെന്ന നിലയിൽ പായസ ചലഞ്ച് നടത്തി 1000 ലിറ്റർ പായസമാണ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. അതോടൊപ്പം റബ്ബർ തടി ലോഡ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഏകദേശം 25,000-ഓളം വരുന്ന രൂപ
ഈ ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് നീക്കിവെക്കാനും ഈ സംഘടന തീരുമാനിച്ചിരിക്കുക. കടനാട് പഞ്ചായത്തിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ ആവേശകരമായ പ്രവർത്തനമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നത്. രണ്ട് തരത്തിലുള്ള വെല്ലുവിളിയാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിടുന്നത്. ഒന്ന്, ഇത്രയേറെ ദുരന്തം വാരിവിതച്ച വയനാടിനെ സഹായിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ സ്വമേധയാ മുന്നോട്ട് വന്നപ്പോൾ അത്തരം സഹായ പ്രവർത്തനങ്ങളെ വക്രീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്. അതിൽ സെലിബ്രിറ്റികളുണ്ട്, സംഘടനകളുണ്ട്, വ്യക്തികളുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രചരണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. DYFഐയെ സംബന്ധിച്ച് ഇതാദ്യമായിട്ടല്ല. ശ്രീമാൻ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ DYFഐ ആദ്യമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലക്ഷക്കണക്കിന് വരുന്ന രൂപ സംഭാവന ചെയ്തുകൊണ്ട് ആരംഭിച്ച പ്രവർത്തനം കേരളത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ബഹുജനങ്ങളുടെ നിറഞ്ഞ മനസ്സോടുകൂടി നല്ല പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ യുവജന പ്രസ്ഥാനത്തെയും പുരോഗമന പ്രസ്ഥാനത്തെയും പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമെന്ന് നമുക്ക് കാണാൻ കഴിയും. എതിരായി പ്രകടനം നടത്തുന്നവരെല്ലാം ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുകയും ഇത്തരം ദുരന്തമനുഭവിച്ച മനുഷ്യനെ മാറോട് ചേർത്ത് പിടിച്ച് അവന് സഹായഹസ്തം നീട്ടുന്ന സംഘടനകളെന്നും ജനമനസ്സിൽ ജീവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് എതിരാളികൾ എന്തു പറഞ്ഞാലും ഈ യുവജന പ്രസ്ഥാനം കേരളത്തിൽ സമാനതകളില്ലാത്ത സേവന സന്നദ്ധ പ്രവർത്തനമാണ് വയനാടിൻ്റെ ഫണ്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇതോടൊപ്പം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഈ വയനാട് ദുരന്തമായിട്ട് ഒരു പിരിവുകൾ നടത്താൻ പാടില്ല എന്ന്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പിരിവ് നടത്താമെന്ന് പറഞ്ഞാൽ പിരിവ് നടത്തുമ്പോൾ അതിനകത്ത് ദുരുപയോഗത്തിൻ്റെ സാധ്യതകൾ ചിലപ്പോഴുണ്ടാകാറുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്തിച്ചേരുന്ന ഒരു നയപൈസ പോലും ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല എന്നത് ഉറപ്പാക്കിയിട്ടുള്ള കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെത്തുന്ന എല്ലാ ഫണ്ടുകളെ സംബന്ധിച്ച് അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുകയും CAG അത് ഓഡിറ്റ് ചെയ്ത് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് ഉള്ളതെങ്കിൽ അതിനകത്ത് എങ്ങനെ കൃത്രിമം നടക്കുമെന്നാണ് അതിനെതിരെ പ്രചരണം നടത്തുന്നവർ പറയേണ്ടത്. അപ്പോൾ യാതൊരുവിധ കൃത്രിമത്വത്തിനും അഴിമതിക്കും ഇടയില്ലാത്ത ഒരു കാര്യത്തെ ആണ് ഇവർ ഇങ്ങനെ വക്രീകരിച്ച് ചിന്തിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അതോടൊപ്പം നമ്മൾ കാണേണ്ട കാര്യം, വ്യക്തികളൊക്കെ സംഭാവന നൽകാൻ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പക്ഷേ വ്യക്തികൾ നൽകുന്ന സംഭാവന അല്ലെങ്കിൽ അവരുടെ സഹായമെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഔദാര്യമായി പരിണമിക്കുമ്പോൾ സർക്കാരിൻ്റെ സഹായമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ അവകാശമാണ്. അവന് വീട് കിട്ടിയാൽ, അവന് കിടപ്പാടം കിട്ടിയാൽ, മറ്റു സൗകര്യങ്ങൾ കിട്ടിയാൽ അത് സർക്കാരിൻ്റെ സഹായമാണെങ്കിൽ അത് അവൻ്റെ അവകാശമെന്ന നിലയിൽ അവന് ആത്മാഭിമാനത്തോടെ അത് ഉപയോഗപ്പെടുത്താൻ കഴിയും. പക്ഷേ വ്യക്തികൾ കൊടുക്കുന്ന സഹായമെന്ന് പറയുന്ന അവൻ്റെ ഔദാര്യമാകും. കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതുരീതി അനുസരിച്ച് ഔദാര്യം പറ്റുന്നത് നല്ലൊരു പങ്കാളുകളും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതുകൊണ്ട് ഔദാര്യത്തിലല്ല കാര്യം, സർക്കാർ വഴി അവൻ്റെ അവകാശങ്ങൾ കൃത്യമായി നൽകുക എന്ന കാര്യമാണ് ഈ സന്ദർഭത്തിൽ ഏറ്റവും ഭംഗിയായി നടപ്പാക്കാൻ കഴിയേണ്ടത് എന്നതാണ് പറയാനുള്ളത്. ലോകത്തിലെ എല്ലാ സംഘടനകൾക്കും മാതൃകയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് DYFI. നമുക്കറിയാം, ഇന്ന് മെഡിക്കൽ കോളേജുകളിൽ പൊതിച്ചോറ് വിതരണം അത് സമാനതകളില്ലാത്ത ഒരു പ്രവർത്തനമാണ്. ഒരു സംഘടനയ്ക്കും ഇതുവരെ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഇതിനെയൊക്കെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു പറ്റം ആളുകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെ വിമർശിക്കാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? ഇപ്പം നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഈ സംഘടനയുടെ DYFIയുടെ പ്രവർത്തകർ വീട് കയറി മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി പോലെയുള്ള ആശുപത്രികളിലേക്കുള്ള പൊതിച്ചോറ് സമാഹരിച്ചു കൊണ്ടിരിക്കുകയോ
അതല്ലെങ്കിൽ പൊതിച്ചോറിന് വേണ്ടി ആളുകൾ സമീപിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 40,000-ഓളം പൊതിയാണ് ഒരു ദിവസം കേരളത്തിൽ DYFI സ്വരൂപിച്ച് കൊടുക്കുന്നത്. ഇത് മറ്റൊരു സംഘടനയ്ക്കും കഴിയുന്നില്ല. ഒരു ദിവസം പോലും ഇടതടവില്ലാതെ കൃത്യമായും ഈ പൊതിച്ചോറ് സംഘടിപ്പിച്ച് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ സ്വീകാര്യത കേരളത്തിലെ ജനങ്ങളുടെ പ്രതികരണത്തിലൂടെ നമുക്ക് ബോധ്യമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനോ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു നീക്കവും നടത്താത്ത ആളുകൾ DYFIക്കൊപ്പം മത്സരിക്കാനുള്ള യാതൊരു കെൽപ്പുമില്ല. കാരണം അവർ ജീവിക്കുന്നത് ജനങ്ങളിലല്ല, മാധ്യമങ്ങളിലാണ്. മാധ്യമങ്ങളിലൂടെ ജീവിക്കുന്ന സംഘടനയ്ക്ക് യാതൊരു കാരണവശാലും ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി ഏറ്റെടുക്കാനുള്ള യാതൊരു സംഘടനാ സംവിധാനവുമില്ല. ഈ നാട്ടിലെ മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ ഔദാര്യത്തിൻ്റെ ഫലമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ സ്വാഭാവികമായും DYFI ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ വക്രീകരിച്ചുകൊണ്ട് പോവുക എന്നതാണ്. പക്ഷേ നേരറിയാവുന്ന കേരളത്തിലെ ജനങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ പ്രവർത്തനത്തെ എക്കാലവും നന്ദിയോടുകൂടി സ്മരിക്കുകയും ചെയ്യും. പിണറായി വിജയന് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയം മുതൽ അദ്ദേഹത്തെ ഒരു പറ്റം മാധ്യമങ്ങൾ നിശ്ചിതമായി വിമർശിക്കുകയും അതുപോലെ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിലൊരു പ്രതിച്ഛായ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി UDF ഏതാണ്ട് 1/4 നൂറ്റാണ്ടിലധികമായി അതിശക്തമായ കടന്നാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തേലും അടിസ്ഥാനമുള്ള കാര്യങ്ങൾക്ക് ഇതുവരെ മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ലാവ്ലിൻ കേസ് മുതൽ ഇങ്ങ് CMRLൻ്റെ മാസപ്പടി വിവാദം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഇവിടെയൊന്നും മുഖ്യമന്ത്രിയെ പ്രതി ചേർക്കാനോ കക്ഷി ചേർക്കാനോ കഴിയത്തക്ക വിധത്തിൽ തെളിവിൻ്റെ യാതൊരു തരിമ്പുമില്ലാഞ്ഞിട്ടും മാധ്യമങ്ങൾ ഈ പണി നല്ല വൃത്തിയായി ചെയ്യുകയാണ്. ആരെ സഹായിക്കാൻ വേണ്ടിയാണ്? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടരാൻ പാടില്ല. അപ്പോൾ ആ ഗവൺമെൻറ്റിനെ ജനങ്ങളിൽ നിന്ന് എതിരാക്കണം. അപ്പോൾ അങ്ങനെ എതിരാക്കണമെങ്കിൽ ഗവൺമെൻറ്റിനെ നയിക്കുന്ന തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യതയെ തകർക്കണം. മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്ന് പറയണം. അഴിമതി അന്വേഷിക്കാൻ ഇന്ത്യയിൽ ഒട്ടനവധി സംവിധാനങ്ങളുണ്ട്. കേന്ദ്ര ഏജൻസികൾ ഒട്ടനവധിയില്ലേ? അവരെല്ലാം അന്വേഷിച്ചില്ലേ? ഇവരെല്ലാം അന്വേഷിച്ചിട്ടും തരുമ്പും തെളിവ് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടല്ലേ മുഖ്യമന്ത്രിയെ പ്രതി ചേർത്തുകൊണ്ട് ഒരു കേസ് പോലും ഒരു അന്വേഷണ ഏജൻസിക്കും രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ പോയത്? അപ്പോൾ തെളിവില്ലാത്ത കാര്യങ്ങൾ, നടക്കാത്ത സംഭവങ്ങൾ, ആരോപണങ്ങൾ മാത്രം ഉയർത്തിക്കൊണ്ട് ആരോപണങ്ങളുടെ പുകമറയിലൂടെ മുഖ്യമന്ത്രിയെ വേട്ടയാടുക, അതിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യത ഇല്ലാതാക്കുക എന്നതാണ് ഈ മാധ്യമങ്ങൾ കൂട്ടായി ശ്രമിക്കുന്നത്. ആ മാധ്യമങ്ങളുടെ പ്രചരണത്തിൻ്റെ കെണിയിൽ കുറേ ആളുകൾ വീണുപോകാറുണ്ട്. പക്ഷേ കാലം അതിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരും. യാതൊരു കാരണവശാലും മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾക്ക് വഴിപ്പെടുന്ന ആളല്ല എന്ന് അദ്ദേഹത്തെ അറിയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് അതിനെ നയിക്കുന്നവരുടെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ സാമൂഹ്യ ഘടനയോ സാമ്പത്തിക ഘടനയോ ലിംഗപരമായ പ്രത്യേകതയോ ഇതൊന്നും പരിഗണിക്കാതെ എല്ലാവർക്കും തുല്യമായ പരിഗണന നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്. ആണ് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആണല്ലോ. അപ്പോൾ ഈ DYFIയുടെ പ്രവർത്തനത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? DYFIയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യുവത ഒരു വലിയ പോരാട്ടത്തിലാണ്. സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ആ വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കൈമൈ മറന്ന് ആ ദുരന്തമുണ്ടായ ദിവസം മുതൽ ഇന്നേ നിമിഷം വരെ വലിയ ഒരു യുവാക്കളുടെ സംഘം അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ ദുരന്തമുഖത്തായാലും അല്ലാതെ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് സഹായം എത്തിക്കുന്ന കാര്യത്തിലായാലും DYFIയുടെ ചുണക്കുട്ടികളായ നിരവധിയായ ചെറുപ്പക്കാരാണ് കേരളമൊട്ടാകെ വിവിധ പരിപാടികളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് DYFIയുടെ കർണാടക മേഖലാ കമ്മിറ്റി ആക്രി ചലഞ്ചിലൂടെയും പായസ വിതരണത്തിലൂടെയും തുക കണ്ടെത്തി DYFI നിർമ്മിച്ചു നൽകാൻ ഉദ്ദേശിക്കുന്ന സ്നേഹ വീടുകൾക്ക് അതിന് നിർമ്മാണ ചിലവിലേക്കുള്ള ഫണ്ട് കണ്ടെത്തുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിശ്രമത്തിന്
ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും വളരെ നല്ല രൂപത്തിൽ തന്നെ അവരോട് സഹകരിച്ചിട്ടുണ്ട്. ഇനിയും ആ സഹകരണം തുടർന്നും ഉണ്ടാകണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കടനാട് CITU മേഖലാ കമ്മിറ്റി വയനാട് ദുരന്തമായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് CITUവിൽ പ്രവർത്തിക്കുന്ന DYFIക്കാർ 40 വയസ്സിൽ താഴെയുള്ളവർ യൂണിയനെ സമീപിച്ചപ്പോൾ ഒരു പണി, ഒരു ചായ കുടിക്കാനോ ഭക്ഷണത്തിനോ എടുക്കാതെ അന്ന് കിട്ടുന്ന ആ കൂലി മുഴുവൻ ഈ വയനാട് ദുരന്തപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കാനാണ് CITU തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ലോഡ് കയറ്റിയാൽ 1 രൂപ പോലും ഭക്ഷണത്തിനോ ഒന്നിനും എടുക്കാതെ ആ ഒരു ലോഡ് കയറ്റുന്ന ഒരു 25,000 രൂപയോളം കൊടുക്കാനാണ് ഈ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നത്. അത് 40 താഴെയുള്ള പ്രായക്കാർ ഇവിടെ എൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ചുമതലക്കാരായിട്ട് ഇവരൊക്കെയാണ് നിൽക്കുന്നത്. ഇവരാണ് പണി ചെയ്യുന്നത്, തൊഴിൽ ചെയ്യുന്നത്. അതായത് DYFI പ്രവർത്തിക്കുന്ന CITUകാർ അല്ലേ? CITUകാർ 40 വയസ്സ് താഴെയുള്ള ആളുകൾ. ഈ 40 വയസ്സ് താഴെയുള്ള ആളുകളാണോ ഒരു ദിവസത്തെ വേതനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്? അപ്പം 1 രൂപ പോലും എടുക്കാതെ അന്നത്തെ ചിലവ് പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കും അല്ലേ? അങ്ങനെ എത്ര രൂപ നിങ്ങൾ സമാഹരിച്ചു കൊടുക്കുന്നുണ്ട്? 25,000 കൊടുക്കുന്നുണ്ട്. DYFIയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനൊരു പരിപാടി നടത്താൻ ഉണ്ടായ സാഹചര്യങ്ങളൊന്ന് പറയാം. അതായത് എല്ലാവരും തന്നെ അറിഞ്ഞ് സമാധാനമില്ലാത്ത ദുരന്തമാണ് വയനാട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അന്ന് തന്നെ നമ്മുടെ DYFI സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച് 25 വീട് വെച്ച് നൽകുന്നത്. ആ 25 വീട് എന്നുള്ളത് 50 വീടാക്കി വെച്ച് നൽകാമെന്നുള്ള ഒരു നിശ്ചയാധിപത്യത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇത്രയും പരിപാടികളിലൂടെ സംഘടിപ്പിക്കുന്നത്. നമ്മൾ മാത്രമല്ല, പല കമ്പനികൾ വിവിധ തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ആക്രി ചലഞ്ചായിട്ടും മീൻ വിൽക്കുന്നു, അങ്ങനെ ബിരിയാണി ചലഞ്ച്, പായസ ചലഞ്ച്, അങ്ങനെ ഓരോ തരത്തിലുള്ള പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാതെ ഇത്തരത്തിലുള്ള ചലഞ്ചുകളിലൂടെ പൈസ സ്വരൂപിച്ചാണ് നമ്മൾ ഈ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ നല്ലൊരു പായസ ചലഞ്ച് നടത്തി. ഇനി അതിൻ്റെ ഭാഗമായിട്ട് ഒരു തടിപ്പണി ചെയ്ത് ഒരു തടി ലോഡ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന വരുമാനം നേരെ അതിലേക്ക് മാറ്റാനുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. അതും ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഇവിടെ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. 1000 ലിറ്റർ പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ വലിയൊരു കടമ്പയാണ്. അപ്പം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ധാരാളം പ്രവർത്തകരുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ എത്ര പ്രവർത്തകർ ഈ പരിപാടികൾക്ക് വേണ്ടി പങ്കെടുത്തിട്ടുണ്ട്? ഇപ്പോൾ ഈ കണ്ട ആൾക്കാർ തന്നെ നമ്മൾ രാവിലെ മുതൽ തന്നെ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. രാവിലെ മുതൽ അവർ 6 മണിയായപ്പോൾ തൊട്ട് വരികയും പായസം പാക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പായസം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് രാവിലെ 3 മണി മുതൽ ഇവിടെ നിൽക്കുന്നതാണ്. അത്തരം പ്രവർത്തനങ്ങളുടെ ഇതിൻ്റെ പുറത്താണ് ഇത്തരം പരിപാടി ഇവിടെ ഇത്ര ആയത്.